ഹലോ എവ്രിവൺ, എൻലൈറ്റൻ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ്. ഇന്നത്തെ വീഡിയോ മാരീഡ് കപ്പിൾസ് ആസ് വെൽ ആസ് സെപ്പറേഷനിൽ കഴിയുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ ഇൻഫർമേഷൻ. നവംബർ മന്തിൽ ഞാൻ മണി റീക്കി കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്. മണി റീക്കി കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ ഇമെയിൽ ID ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഡേറ്റ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാനത് ഒക്ടോബർ 4th വീക്ക്, മോസ്റ്റ് പ്രോബബ്ലി ബൈ 4th വീക്ക് അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഏഞ്ചൽ ഹെൽപ്പ് വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതെൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഇഫ് യു വുഡ് ലൈക്ക് ടു ടേക്ക് ഈ ഏഞ്ചൽ ഹെൽപ്പ് വർക്ക്ഷോപ്പ് വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാം. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസംബർ മന്തിലായിരിക്കും ആ കോഴ്സ്. നവംബർ മന്തിൽ എന്നാണ് ഞാൻ ആ മണി റീക്കി കോഴ്സ് തുടങ്ങാൻ പോകുന്നതെന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഡേറ്റ് പറയാത്തത്. സോ അത് മോസ്റ്റ് പ്രോബബ്ലി 4th ഒക്ടോബർ. ആൻഡ് ഇമെയിൽ ത്രൂ എൻക്വയറി ചെയ്യുന്നവരും കൂടി ഒന്ന് പേഷ്യൻ്റ് ആയിരിക്കുക. ഇമെയിലിൽ നിങ്ങൾ എഴുതി വിടുക ഇഫ് യു വോണ്ട് ടു ജോയിൻ. ഞാൻ ബൈ 4th വീക്ക് ഓഫ് ഒക്ടോബർ തന്നെ ആയിരിക്കും ഞാൻ അറിയിക്കുന്നത്, എല്ലാവരെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും. സോ ഹാവ് പേഷ്യൻസ്. സോ ഇന്നത്തെ വീഡിയോ ഗൈസ്, മാരീഡ് കപ്പിൾസ് അതായിരിക്കും പൈൽ 1 ആൻഡ് സെപ്പറേഷനിൽ കഴിയുന്ന പ്രേക്ഷകർ അതായിരിക്കും പൈൽ 2. സോ എങ്ങനെയാണ് വീഡിയോ പോകുന്നത്, ആസ് വെൽ ആസ് സെപ്പറേഷനിൽ ഷോർട്ട് ടേം സെപ്പറേഷൻ ആസ് വെൽ ആസ് ലോങ് ടേം സെപ്പറേഷൻ ആണ് ഇൻറ്റൻഷൻ വെക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ വരുന്നത്. ഓൾ റൈറ്റ്. സോ ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ചൂസ് ചെയ്ത പൈലിലേക്ക് നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് ചൂസ് ചെയ്ത് വരാം. ഹലോ പൈൽ 1, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൈൽ 1 മാരേജ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്തെന്ന് വരാം, ചെയ്തില്ലെന്ന് വരാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഫുള്ളി റെസിനേറ്റ് ആവും, ചിലർക്ക് മൊത്തം റെസിനേറ്റ് ആവില്ല. എന്ത് മെസ്സേജസ് ആണോ നിങ്ങൾക്കുള്ളത് അത് മാത്രം എടുക്കുക. ഇവിടെ ഞാൻ ചക്ര കാർഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കാം, ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഈ മാരേജ് റിലേഷൻഷിപ്പിൽ, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി നിങ്ങൾ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആസ് വെൽ ആസ് യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ദൈവങ്ങൾ, ബ്രഹ്മാണ്ടം നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഇനിയും പുൾ ചെയ്യാം. പൈൽ 1, please provide marriage relationship. Okay, എൻസൈറ്റി ഏറെ കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, മൈറ്റ് ബി മാരേജിനെ കുറിച്ച് എന്ത് എന്നുള്ള ഒരു എൻസൈറ്റി ആണെന്ന് തോന്നുന്നു ഗ്രൂപ്പിലുള്ളത്. ഞാൻ ഫ്യൂച്ചർ സ്പൗസ് അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള, ദാറ്റ് ഈസ് ഫ്യൂച്ചർ സ്പൗസിനുള്ള ഒരു വീഡിയോ, 2 വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ മാരേജിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തെങ്കിലും അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് സംഹാവ് അത് അപ്ലോഡ് ആകുന്നില്ലായിരുന്നു. സോ ലെറ്റ്സ് സീ. എനിക്കേറെ കമൻസിൽ ഉണ്ടായിരുന്നു മാരേജിനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇടാനായിട്ട്. ഞാൻ ട്രൈ ചെയ്തു, ബട്ട് ഓക്കെ, ഓൾറൈറ്റ്. ജസ്റ്റ് ലെറ്റ്സ് പുൾ വൺ മോർ കാർഡ് ഇഫ് പോസിബിൾ. Okay.
കാർഡ്സ് ഞാൻ കാണിക്കാം ഗൈസ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ആദ്യം ഈ മാരേജ് റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ എങ്ങനെ ആഗ്രഹിച്ചോ, എങ്ങനത്തെ ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടിയിരുന്നത്, അതേ ആളാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ, വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങൾ. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് ഇതാണ് നിങ്ങളുടെ വേൾഡ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കണ്ടിരുന്നത്. അത് യുനോ ഫോർ മെയിൽ, ഇതിപ്പം മെയിൽ പ്രേക്ഷകരെ കാണുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫീമെയിൽസിനെ, അവരുടെ വൈഫിനെ കുറിച്ചാണ്. അതേസമയത്ത് ലേഡീസാണ് ഇത് കാണുന്നതെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചാണിത്. ഓക്കെ, സോ അവരുടെ വേൾഡാണ്, നിങ്ങളുടെ വേൾഡായിരുന്നു നിങ്ങളുടെ സ്പൗസ്. യെറ്റ് ഇത്തിരി ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരിക്കാം നിങ്ങളുടെ സ്പൗസ്. ഇത്തിരി ഇൻട്രോവേർട്ടും നിങ്ങൾ ഇച്ചിരി എക്സ്ട്രോവേർട്ടുമാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ സ്പൗസിൻ്റെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, വൈ? ബിക്കോസ് ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, കാർഡ്സ് പുൾ ചെയ്ത് ഞാൻ ഒരു പ്രസൻറ്റ് സിനാരിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കാർഡ്സ് പുൾ ചെയ്തെങ്കിലും ഇതിനകത്ത് പകുതി കാർഡ്സ് എനിക്ക് പാസ്റ്റ് എനർജി ആൻഡ് പകുതി കാർഡ്സ് എനിക്ക് പ്രസൻറ്റ് എനർജീസ് ആയിട്ടാണ് വന്നത്. ഓക്കെ, സോ ഞാൻ അങ്ങനെയാണ് അത് എടുക്കുന്നതും. സോ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ മാരേജിലേക്ക് വന്ന ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹോൾ ഹാർട്ട് നിങ്ങളുടെ സ്പൗസിനെ ഏൽപ്പിച്ചു. റൈറ്റ്, നിങ്ങൾ ഹോൾ ഹാർട്ട് നിങ്ങൾ കൊടുത്തിരുന്നു, നിങ്ങൾ ഫുള്ളി കമ്മിറ്റഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. യെറ്റ് നിങ്ങളുടെ സ്പൗസ് എന്തുകൊണ്ടോ ഫുള്ളി കമ്മിറ്റഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ദ തിങ് ഈസ് അവരുടെ ഒരു ഫുൾ കൺസേൺ നിങ്ങളിൽ വന്നില്ല. ബിക്കോസ് അവരെന്തുകൊണ്ടോ ചിലപ്പോൾ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കാരണമായിട്ടുള്ള ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നടന്ന പല കാര്യങ്ങൾ കൊണ്ടാവാം അവരത്രയ്ക്ക് ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റില്ല. അത് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അത് നിങ്ങൾക്ക് തോന്നാവുന്നൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഫുള്ളി കമ്മിറ്റഡ് അല്ല ഉള്ളതും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, യെറ്റ് നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇതൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആണെന്നാണ്. ഓക്കെ, ഫോർ യു ഇതൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്പൗസ്, ഹസ്ബൻഡ് ഓർ വൈഫ് ഇൻട്രോവേർട്ട് ആണെന്നും അധികം പറയില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ഹാപ്പി ആയിരുന്നു ആൻഡ് നിങ്ങൾക്കിതൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് തോന്നിയിരുന്നു നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണെന്ന്. ബട്ട് ചിലർക്ക് അതൊരു ഡിസെപ്ഷനായിട്ട് വന്നു. ബിക്കോസ് നിങ്ങൾ എന്തോ അറിഞ്ഞു. ഡിസെപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും തേർഡ് പാർട്ടി അല്ല. ഡിസെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലാതെ വേറൊരു രീതിയിൽ വരും. നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു കാര്യം വരാം. അത് നിങ്ങളുടെ പേരൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതാവാം, നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതാവാം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കൺസേൺ ഉള്ള കാര്യങ്ങൾ വേറൊരു രീതിയിൽ നിങ്ങളുടെ സ്പൗസ് കൊണ്ടുപോകുന്നതും ആവാം. ഓക്കെ, അപ്പം എന്തോ ഒരു ഡിസെപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ചിലർക്ക് ഇത് തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ചിലർക്ക് ഇത് തേർഡ് പാർട്ടിയാണ്. ഇയാൾക്ക് രണ്ടുപേരെയും കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, സോ ചില റിലേഷൻഷിപ്പിലുള്ള ചില കപ്പിൾസ് ഇതൊരു തേർഡ് പാർട്ടി ഫോർമേഷൻ ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു ഫീമെയിൽ മറ്റൊരു മെയിൽ മാത്രമല്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റിലേഷൻസ് കൂടിയാണ്. റിലേറ്റീവ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ബട്ട് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, പക്ഷെ അതിവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വളരെയേറെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നൊരു തോന്നലും ആ ഒരു സർക്കംസ്റ്റൻസസ് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതെന്തിനാണ് സംഭവിക്കുന്നത്? അത് എന്തെങ്കിലും ഒരു കാരണത്തോടാണ് സംഭവിക്കുന്നത്. ഒരു ലെസൺ നമുക്ക് തരാനാണ് സംഭവിക്കുന്നത്. ആൻഡ് ഇവിടെ ക്ലിയർലി ആ ലെസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ എംപ്രസ് മോഡിലാക്കാം. ഓക്കെ, മെയിൽസ് വിചാരിക്കും എന്ത് എംപ്രസ് മോഡ്, റൈറ്റ്?
എംപ്രസ് മോഡ് എന്ന് വെച്ചാൽ അതോറിറ്റി. നിങ്ങൾ വളരെ ജനറസ് ആണ്, ഓൾറെഡി നിങ്ങൾ ഒത്തിരി ജനറസ് ആണ്. ഓക്കെ, അതാണ് ചെറിയ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ഫുൾ ഫ്ലെഡ്ജ് റിലേഷൻഷിപ്പായിട്ട് എടുക്കുന്നതും. വളരെ ജനറസ് ആണ്, വളരെ ലവിങ് ആണ്, വളരെ കെയറിങ് ആണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സ്പൗസ്, നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നു അവർക്ക് ജനറലി നിങ്ങൾ മൊത്തം കൊടുക്കും. ഓക്കെ, ആ ഒരു നേച്ചറാണ്. അത് സ്നേഹമായിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻസിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾക്കൊന്നും മാറ്റി വെക്കാതെ നിങ്ങളുടെ സ്പൗസിന് നിങ്ങൾ ഫുള്ളി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, അത് സ്വപ്നങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, ചെറിയ ചെറിയ മൂമെൻറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലെ ഓരോ മൂമെൻറ്റ്സ് അത് തന്നെ നിങ്ങളത് നല്ല പോലെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ അത് നിങ്ങളുടെ സ്പൗസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. സോ ഈ ഒരു ഡിസെപ്ഷൻ, അതേത് രീതിയിലുള്ള ഡിസെപ്ഷൻ ആയിക്കോട്ടെ, ഈ ഡിസെപ്ഷൻ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായി തന്നെ നിങ്ങൾ ഈ മോഡിൽ തിരിച്ചു കൊണ്ടുവരാനാണ്. ആദ്യം നിങ്ങൾ ജനറസ് ആയിരുന്നു, റൈറ്റ്, ഫുള്ളി ജനറസ്. ഈ എംപ്രസ് മോഡ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വന്തം പവറിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, സ്വന്തം പവറിലേക്ക് വരിക. സ്വന്തം പവറിലേക്ക് വരിക എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നേരത്തെ എന്ത് നിങ്ങളുടെ സ്പൗസ് പറഞ്ഞാലും അത് അംഗീകരിച്ച് അങ്ങ് ചെയ്യും. ബിക്കോസ് യു ആർ ടോട്ടലി ഹാപ്പി. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ നിങ്ങൾക്ക് ആ കാര്യം സന്തോഷം തരുന്നില്ലെങ്കിലും നിങ്ങളുടെ സ്പൗസിന് സന്തോഷം തരുന്നുണ്ട്, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ആ ഒരു മോഡ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ പവർ നിങ്ങളെ കാണിച്ചു തരാനാണ് ഈ ഒരു ഡിസെപ്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത്. ഓക്കെ, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഓക്കെ, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഈ ഒരു മാരേജിൽ എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ. ഓക്കെ, നിങ്ങളുടെ സ്പൗസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കഴിവ് എന്താണോ കൊടുക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ കഴിവ് അറിഞ്ഞിരിക്കണം. ഓക്കെ, എവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയിക്കാനാണ് ഈ ഒരു ഡിസെപ്ഷൻ നിങ്ങൾക്ക് വന്നത്. സോ നിങ്ങൾ ഈ ഒരു ഫോമിൽ കൊണ്ടുവരാനാണ്. ഇതൊരു ക്വീനാണ്, റൈറ്റ്? എംപ്രസ് എന്ന് വെച്ചാൽ ക്വീനാണ്. ക്വീനിന് എല്ലാ അതോറിറ്റിയും ഉണ്ട്. ക്വീൻ പറയുന്നതാണ് ആൾക്കാർ കേൾക്കുന്നത്. ഓക്കെ, സോ ആ ഒരു മോഡ്, ദാറ്റ് ഈസ് എല്ലാം പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതല്ല റിലേഷൻഷിപ്പിൽ ഞാൻ പറയുന്നത്. യെറ്റ് നിങ്ങളുടെ കാര്യം കൂടി ഈക്വൽ ബേസിൽ കൊണ്ടുപോകാനുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷെ അങ്ങനെ അല്ലാതെ വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസെപ്ഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടി വന്നത് നിങ്ങളുടെ ഗൈഡ്സിന്. ഓക്കെ, ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ ഈ മോഡിലാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വില എന്താണ്, നിങ്ങൾ എന്താണ് പ്ലേറ്റിൽ കൊണ്ടുവരുന്നത്, നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എപ്പോഴും നിങ്ങളൊരു 7 of Wands എനർജിയാണ്. ദാറ്റ് ഈസ് എല്ലാവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു ഡിഫെൻസീവ് മോഡാണ്. ഡിഫെൻസീവ് മോഡ് എന്ന് വെച്ചാൽ ആരെന്തെങ്കിലും പറഞ്ഞ ഉടനെ അതിനെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുന്ന രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് 7 of Wands. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ്, എപ്പോഴും ഡിഫെൻസീവാണ്. അപ്പോൾ മറ്റൊരാൾ എന്തെങ്കിലും പറയാൻ തന്നെ 2 പ്രാവശ്യം ആലോചിക്കും. ഓക്കെ, എവിടെ ആൾക്കാർ നേരത്തെ എന്തും വന്ന് നിങ്ങളോട് പറയുമായിരുന്നോ ഇപ്പോൾ അത് പറയുന്നതിനൊന്ന് ആലോചിക്കും. ഓക്കെ ഗൈസ്, സോ അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി. യെറ്റ് ഈ ഒരു ഡിസെപ്ഷൻ നിങ്ങളിപ്പോൾ ഈ എനർജിയിലും കൂടിയാണ് ആക്കിയത്. നിങ്ങൾ എംപ്രസ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അതോറിറ്റി അറിയാം, നിങ്ങളുടെ വില നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് വിഷമം ഏറെയുണ്ട്, റിഗ്രറ്റ്സ് ഏറെയുണ്ട്. ഓക്കെ, റിഗ്രറ്റ്സ് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നു. ഓക്കെ, ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച ഫൗണ്ടേഷൻ അല്ലാതെയാണല്ലോ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മാരേജ് ഇത്രയും വർഷം, ഇപ്പോൾ എത്രയോ വർഷങ്ങളോളം ആയിക്കാണും നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പ്. അതിലൊരു ബേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾക്ക് ആ ഒരു വിഷമമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. നിങ്ങളത് നേരത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ട്. ബട്ട് ഹിയർ ഓക്കെ, അത് കഴിഞ്ഞു, റൈറ്റ്?
ലൈഫിലെ പകുതി ഭാഗം കഴിഞ്ഞു ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു മൂഡ് കഴിഞ്ഞു അതെന്തിനായിരുന്നു ഉണ്ടായത് തന്നെ ഈ ഒരു മൂഡിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്. നിങ്ങളുടെ വില നിങ്ങളെ മനസ്സിലാക്കാനാണ്. ആൾക്കാർ, നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, അതിനാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ബട്ട് ഇവിടെ കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ വില അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ 2 കപ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത്രയും കപ്സിലുണ്ടായ വിഷമം ഈ 2 കപ്സിലൂടെയാണ് ഫുൾഫിൽ ആവാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇനിയും നിങ്ങൾക്ക് സന്തോഷിക്കാൻ, സമാധാനിക്കാൻ, ഐശ്വര്യത്തോട് ജീവിക്കാൻ, ഓക്കെ, ആ ഒരു കരുത്തോട് ജീവിക്കാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ ഗൈസ്, സോ അഡ്വൈസ് എന്താണ്? ഈ ഒരു റിഗ്രറ്റ് മോഡിൽ നിന്ന് വെളിവരാം. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ, just one card, Queen of Wands. എല്ലാം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റാണ് ക്വീൻ ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, സൗന്ദര്യമുണ്ട്, കരുത്തുണ്ട്, ആസ് വെൽ ആസ് നിങ്ങൾ പറയുന്നതായിരിക്കും ആൾക്കാർ കേൾക്കുന്ന ആ ഒരു അതോറിറ്റി, ആ ഒരു പവർ നിങ്ങൾക്കുണ്ട്. ആൻഡ് ഈ ഒരു മോഡിലേക്ക് ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡാണ്. സോ ദാറ്റ് ഈസ് റീസൺ ഫ്യൂച്ചർ, വരുന്ന ഫ്യൂച്ചർ. സോ ഈ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതേ സ്റ്റെബിലിറ്റി നിങ്ങളുടെ മാരീഡ് ലൈഫിൽ വന്നു ചേരും. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആസ് യു സ്റ്റെപ്പ് ഇൻ ടു ദിസ് വൺ. എംപ്രസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾ ഈ ഒരു സ്റ്റെബിലിറ്റി ഫോം വരാൻ തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു ഫ്യൂച്ചർ റീസൺ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ വിത്തിൻ 1 month or 2 months ആണ്. സോ ഈ ഒരു മോഡിലേക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ വന്നു കഴിയുമ്പോൾ, സോ മൈറ്റ് ബി നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടാകാം. ഓക്കെ, പിന്നെയും നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ആക്കണം നിങ്ങൾക്ക് ആഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, സോ ഈ ഒരു മോഡിൽ, ദാറ്റ് ഈസ് ഫാമിലി വിത്ത് യുവർ കരിയർ, നിങ്ങൾ സ്റ്റെബിലൈസ് ഫോമിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ഈ സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ ഫാമിലി മാരേജ് ലൈഫിൽ വേണ്ട നിങ്ങൾ ആഗ്രഹിച്ച സ്റ്റെബിലിറ്റിയും വന്നു ചേരും. ഓക്കെ ഗൈസ്, സോ ഐ ഫീൽ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. യെസ്, ഈ ഒരു മോഡിൽ നിന്ന് വെളിയിലിറങ്ങാൻ ടൈം എടുക്കും. ഇത് തമാശയല്ല, ഐ നോ ദാറ്റ്. ഓക്കെ, ഈ ഒരു മോഡിൽ നിന്ന് വെളിയിലിറങ്ങാൻ സമയം എടുക്കും. ഐ അഗ്രി. ആൻഡ് ടേക്ക് യുവർ ഓൺ ടൈം. നിങ്ങളുടെ സമയം എങ്ങും പോകുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളെ കാണിച്ചു തരേണ്ടത് കാണിച്ച് തന്നു കഴിഞ്ഞു. ആൻഡ് നൗ യു നോ ഇതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ ഗൈസ്, സോ ടേക്ക് യുവർ ഓൺ ടൈം, ഡസൻറ്റ് മാറ്റർ. സോ നമുക്ക് നോക്കാം, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കാർഡ് മാത്രം പുൾ ചെയ്യാനാണ് ആഗ്രഹിച്ചത്, ബട്ട് സി ഇത്രയും കാർഡ്സ് വന്നു. ഓൾ റൈറ്റ്, സോ ഫസ്റ്റ് കാർഡ് ഈസ് ഐ ആം പ്രസൻസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഐ ആം പ്രസൻസ്, ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്രസൻസ് ആണ്. ക്വീൻ ഓഫ് വാൻസ് വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ കാണിച്ച് തന്നിരിക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ആരാണ്. ഓക്കെ, നിങ്ങളൊരു ബിസിനസ് എൻ്റർപ്രനർ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു CEO ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കരിയർ ആസ് വെൽ ആസ് ഫാമിലി എന്നുള്ള മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ ആം പ്രസൻസ് ആസ് വെൽ. ഇപ്പോഴത്തെ പ്രസൻറ്റിൽ എന്ത് നടക്കുന്നോ അതിൽ ഫോക്കസ് ചെയ്യുക, കഴിഞ്ഞു പോയതിനെ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നും കൂടിയാണ് ഈ കാർഡ് പറയുന്നത്. സോ അതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ലൈഫ് പേർപ്പസ് ആണ്. സോ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നുണ്ടാകാം, ബിക്കോസ് ത്രോട്ട് ചക്രയാണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന ലൈഫ് പേർപ്പസ്. ഓക്കെ, സോ ലൈഫ് പേർപ്പസ് മീൻസ് എന്താണോ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ലൈക്ക് ബിസിനസ് ആണോ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആണോ, അല്ലെങ്കിൽ ഹീലിംഗ് മൊഡാലിറ്റി ആണോ, അതോ നിങ്ങളുടെ കരിയർ ടേക്ക് ഓവർ ആണോ, അത് നിങ്ങളുടെ ലൈഫ് പേർപ്പസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രൂത്ത്, നിങ്ങളുടെ സത്യം പറയുക. ഓക്കെ, അതാണ് ഈ 7 ഓഫ് വാൻസ്. സി, നിങ്ങളുടെ സത്യം പറയുക, മറ്റുള്ളവരുടെ മാത്രം കേട്ടുകൊണ്ട് നിൽക്കാതെ നിങ്ങളുടെ ട്രൂത്ത് എന്താണ് അത് ആൾക്കാരെ അറിയിക്കുക. അതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ത്രോട്ട് ചക്ര. സോ മോസ്റ്റ് പ്രോബബ്ലി ത്രോട്ട് ചക്രയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫാമിലി.
ഓൾറൈറ്റ്. സോ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങളുടെ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻസ് ഗുഡ് ഫൗണ്ടേഷൻ ആണ് അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ? സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ റൂട്ട് ചക്രയാണ്. ഓക്കെ. സോ ഇവിടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ ക്രൗൺ ചക്ര വന്നിട്ടുണ്ട്. സിഹ, ഇത് ക്രൗൺ ചക്രയാണ്. ആൻഡ് ത്രോട്ട് ചക്ര ഇപ്പോൾ ഞാൻ കാണിച്ചു. നൗ ദിസ് ഈസ് യുവർ റൂട്ട് ചക്ര. ബട്ട് ബേസിക്കലി നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ത്രോട്ട് ചക്രയാണ്. ബിക്കോസ് അവിടെയാണ് മിണ്ടാതെ നിന്ന് ഓരോന്ന് സഹിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ലാസ്റ്റ് ഇസ് ഫോർഗിവ്നെസ്. യെസ്, സി ഇത് കഴിഞ്ഞു, റൈറ്റ്? ഇത് എന്തിനായിരുന്നു അത് ഞാൻ പറഞ്ഞു. നൗ ഫ്യൂച്ചറിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകും. ബിക്കോസ് എന്തായാലും ഇതെന്ത് ഡിസെപ്ഷൻ ആയിക്കോട്ടെ അത് നിങ്ങളുടെ മനസ്സിലിരിക്കുമല്ലോ, ഇല്ലേ? പക്ഷെ അത് പറയുന്നത് എന്താണ്? ഫോർഗിവ്നെസ്. ഫോർഗിവ് ചെയ്യാം. ഓക്കെ. ഫോർഗിവ്നെസ് പ്രെയർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഏതാളുമായിട്ടാണോ നിങ്ങൾക്ക് ഈ ഡിസെപ്ഷൻ വന്നത്, എന്താണോ പ്രശ്നം, നിങ്ങളുടെ സ്പൗസ് എന്ത് ചെയ്താണ് നിങ്ങൾക്കത് മറക്കാൻ പറ്റാത്ത ആ ഒരു വിഷമം ഉണ്ടായത്, അത് ഫോർഗിവ് ചെയ്യാം. ഓക്കെ. പോനോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോർഗിവ്നെസ് പ്രെയർ പറയാം. ഓൾറൈറ്റ്. ഫോർഗിവ് ചെയ്യൂ. അതെന്നും പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു പ്രശ്നം, ഇത് ഹാർട്ട് ബ്രേക്ക് അല്ല, ദിസ് വൺ, ഇതിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങും. ഓക്കെ ഗൈസ്? ഓൾറൈറ്റ്. എന്നാൽ നമുക്ക് നോക്കാം നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ്. Whenever I compare myself to others, simply say this prayer. The light I see in them is a reflection of my inner light. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് പോയ ഒരു സംഭവമായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. നിങ്ങൾ മറ്റൊരാളെ നോക്കി അയ്യോ ആ ഒരു കഴിവ് എനിക്കില്ലാതെ പോയല്ലോ എന്നുള്ള ഒരു കമ്പാരിസൺ വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇതാണ്: നിങ്ങൾ മറ്റൊരാളിൽ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫിനെയാണ് കാണുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്, കമ്പയർ ചെയ്യുന്നതിൻ്റെ പകരം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഐ ട്രസ്റ്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഐ ട്രസ്റ്റ് ദാറ്റ് മൈ ഗട്ട് റിയാക്ഷൻ ഈസ് ദ ട്രൂത്ത് അണ്ടർനീത്ത് ദ സർഫേസ് ഓഫ് മൈ ഫിയേഴ്സ്. ഓക്കെ. ഇത് ആക്ച്വലി ഒക്ടോബർ മന്തിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടിരുന്ന ഒരു യൂണിവേഴ്സൽ മെസ്സേജാണ്. ഓക്കെ. സോ നിങ്ങളുടെ ഗട്ട് റിയാക്ഷൻ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ, ഓക്കെ, അതാണ് സത്യം. അല്ലാതെ മറ്റുള്ളവർ അത് എത്ര മോഡിഫൈ ചെയ്ത് പറഞ്ഞാലും അതല്ല സത്യം. നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സത്യം. ബിക്കോസ് യു ആർ ഓൾറെഡി ഈ ഒരു മോഡിലാണ്. നിങ്ങൾ എംപ്രസ് മോഡിലാണ്. എംപ്രസ് മോഡ് ക്വീൻ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നതല്ല, അവർക്ക് മനസ്സിൽ എന്ത് തോന്നുന്നു അതാണ് ചെയ്യുന്നത്. ആൻഡ് അതാണ് ഇവിടെ പറയുന്നത്. സി ഹൗ കാർഡ്സ് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട് വന്നത് കണ്ടോ? നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ടാരോ കാർഡ് ഷഫിൾ ചെയ്തത്. ഓക്കെ. യൂണിവേഴ്സൽ ആൻഡ് ചക്ര കാർഡ്സ് മാത്രമേ ഉള്ളൂ ഞാൻ അല്ലാതെ ഷഫിൾ ചെയ്തെടുത്തത്. ബട്ട് എല്ലാം എന്ത് കോറിലേറ്റഡ് ആണ്. ഓക്കെ. അതാണ് പറയുന്നത്, ഇത് ഡിവൈൻ ഗൈഡഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ട്രൂ അബണ്ടൻസ് ഈസ് ആൻ ഇൻസൈഡ് ജോബ്. ഇപ്പോൾ ഇതിനകത്ത് ചിലരൊക്കെ പറയുന്നുണ്ടാവും എനിക്ക് ഈ ഒരു നല്ല റിലേഷൻഷിപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ നല്ല കരിയർ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അബണ്ടൻസിനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണിത്. ട്രൂ അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിലത്തെ കാര്യം വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ തിങ്ക് ഈ വീഡിയോസിൽ തന്നെ ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട്, കൂടുതലും ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ എന്ന് പറയുന്നത് അവർ എക്സിബിറ്റ് ചെയ്യുന്ന എനർജി നിങ്ങളുടെ സ്വന്തം എനർജിയാണ്. ഓക്കെ. നിങ്ങളുടെ ത്രോട്ട് ചക്ര ഇഫക്റ്റഡ് ആണെങ്കിൽ അവിടെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ. സോ അതാണ് പറയുന്നത്, നിങ്ങളുടെ ചക്ര, ദാറ്റ് ഈസ് നിങ്ങൾ നിങ്ങളുടെ ചക്രയിൽ വർക്ക് ചെയ്യൂ, നിങ്ങളെ തന്നെ ബാലൻസ് ആക്കൂ. അപ്പോൾ ശരിക്കുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് വന്നു ചേരും. ആൻഡ് ദ ലാസ്റ്റ്, I let go and allow the universe to do her thing. ഓക്കെ. മറക്കാൻ ശ്രമിക്കുക, മറക്കുക. ഓക്കെ. ഫോർഗിവ്നെസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിന് കുറച്ച് ടൈം എടുത്താൽ നിങ്ങളതെല്ലാം മറന്നു തുടങ്ങും. ആൻഡ് അത് വിടുക, അത് യൂണിവേഴ്സിന് വിടുക. യൂണിവേഴ്സ് ചെയ്തോളും, നിങ്ങളുടെ ദൈവങ്ങൾ ചെയ്തോളും, നിങ്ങളുടെ ഗൈഡ്സ് ചെയ്തോളും, നിങ്ങളുടെ ഏഞ്ചൽസ് ചെയ്തോളും. ഓക്കെ. ജസ്റ്റ് ലെറ്റ് ഗോ.
ഓക്കെ, അത് വിട്ടുകളയുക, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക. ആൻഡ് ബാക്കിയെല്ലാം യൂണിവേഴ്സ് ചെയ്തോളും. നിങ്ങൾക്ക് എന്താ വേണ്ടത്, ടൈം ടു ടൈം എന്താ വേണ്ടത്, അത് നിങ്ങൾക്ക് വന്നു ചേരും. ഓക്കെ ഗൈസ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു പാൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാകാം. ആസ് വെൽ as ഞാൻ ചക്ര റീഡിങ് ചെയ്യാറുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു ചക്ര റീഡിങ്സിനെ കുറിച്ചുള്ളത്. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് എന്നെ ഇമെയിൽ ID ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയുള്ള ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. ഹലോ പാൽ 2, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാൽ 2 സെപ്പറേഷനിൽ കഴിയുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഷോർട്ട് ടേം സെപ്പറേഷൻ ആൻഡ് ലോങ് ടേം സെപ്പറേഷൻ. ഷോർട്ട് ടേം എന്ന് വെച്ചാൽ ഇപ്പോൾ താൽക്കാലികം ഡിവോഴ്സ് പ്രൊസീജിയേഴ്സിൽ നടക്കുകയാണ്, പക്ഷേ ഡിവോഴ്സ് ഡയറക്റ്റ്ലി നടക്കില്ലല്ലോ. ആദ്യം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ട്രൈ ചെയ്യും റിലേഷൻഷിപ്പ്, അങ്ങനെ ഉള്ള പ്രേക്ഷകരും. പ്ലസ് ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ഹസ്ബൻഡ് വേറൊരിടത്ത്, വൈഫ് വേറൊരിടത്ത്. ബട്ട് ഈ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ചതല്ല, ബിക്കോസ് ഓഫ് യുവർ ജോബ് കൺസ്ട്രെയിൻ, ജോബിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓർ നിങ്ങളുടെ റിലേഷൻ, ബാക്കിയുള്ള റിലേഷൻസ്, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് മാറേണ്ടി വന്നത് കുറച്ച് നാളത്തേക്ക്. ഓക്കെ, അതാണ് ഷോർട്ട് ടേം ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്. ആൻഡ് ലോങ് ടേം സെപ്പറേഷൻ വന്ന് ഡിവോഴ്സ് കഴിഞ്ഞ പ്രേക്ഷകർക്ക്. ഓക്കെ, സോ ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ചക്ര കാർഡ്സ് പുൾ ചെയ്തിട്ടുണ്ട്. ഈ കാർഡ്സ് പറയാൻ നിങ്ങളിപ്പോൾ കറൻ്റ്ലി എന്താണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻഡ് ദെൻ യൂണിവേഴ്സൽ മെസ്സേജ്, നിങ്ങളുടെ ഗൈഡ്സ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ്. നാ കാർഡ്സ് പുൾ ചെയ്യാം. ലെറ്റ്സ് സീ. പാൽ 2 messages for Pal 2. ഞാൻ പാൽ 2 വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആദ്യമേ ഷഫിൾ ചെയ്ത് വെക്കും കാർഡ്. സോ ആ ഷഫ്ലിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പീസ് എന്നാണ് വന്നത്. സോ ചില പ്രേക്ഷകർക്ക് ഈ ഒരു സെപ്പറേഷൻ വളരെ പീസ്ഫുള്ളായിട്ടാണ് വന്നത്. ലൈഫിൽ ഒത്തിരി പീസ് കൊണ്ടുവന്നു, സമാധാനം. ഇത്തിരി ഡിസെപ്റ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഓക്കെ, റിലേഷൻഷിപ്പിലുണ്ടായിരുന്നപ്പോൾ. ഓക്കെ ഗൈസ്, ഈ കാർഡ്സ് ഇപ്പോൾ നേരെ ജമ്പ് ആയിട്ടാണ് വന്നത്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദീസ് കാർഡ്സ്. All right. Okay. All right. Under the deck, stable waters. Okay. All right, guys. So നമുക്ക് തുടങ്ങാം. ഷോർട്ട് ടേം ഓർ ലോങ് ടേം. ഓക്കെ, ഇതിപ്പം ലോങ് ടേം എനർജിയാണ് വരുന്നത്. ആദ്യം ലോങ് ടേം എന്ന് പറയാം. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് ട്രൂത്താണ്, സത്യമാണ് നിങ്ങൾക്ക് വെളി വന്നത്. ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങിയാൽ നിങ്ങൾക്ക് ഒത്തിരി സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ ഏറെ ഡിസെപ്ഷൻ, സീക്രറ്റ്സ് ഏറെ ഉണ്ടായിരുന്നു. റൈറ്റ്, ഏറെ സീക്രറ്റ്സ് ഉണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി ആ സീക്രറ്റ്സ് ഫ്രണ്ട്സ് റിലേറ്റഡ് ആണ്. ഫ്രണ്ട്സ് റിലേറ്റഡ് ഇൻ ദ സെൻസ്, ചിലപ്പോൾ നിങ്ങളുടെ സ്പൗസ് ഫ്രണ്ട്സുമായിട്ട് ഒത്തിരി ഡീൽ ചെയ്യുന്നവരായിരിക്കാം. ഒത്തിരി പാർട്ടി, ഒത്തിരി ഷോപ്പിംഗ്, ഫിനാൻസിലൊന്നും അധികം ശ്രദ്ധിക്കാതെ ഏറെ ചിലവഴിക്കുന്ന കൂട്ടത്തിലായിരുന്നേക്കാം.
ഓക്കെ. ബട്ട് നിങ്ങളിവിടെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഓക്കെ, വളരെ ഹാർഡ് വർക്കിംഗ് എനർജി ആയിരുന്നു നിങ്ങളുടേത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജിയുമായിട്ട് വലിയ താല്പര്യമില്ലാതെ പോയതാവാം. ഓക്കെ, യെറ്റ് ഒത്തിരി സീക്രട്സ് ഉണ്ടായിരുന്നു 100%. ഓക്കെ, സീക്രട്സ് ഏറെ ഉണ്ടായിരുന്നു. ഡിസെപ്ഷൻ, ആക്ച്വലി ഇതൊരു ഡിസെപ്ഷൻ്റെ കാർഡല്ല, ഇത് സീക്രട്സിൻ്റെ കാർഡാണ്. പക്ഷേ ഈ കാർഡ് പുൾ ചെയ്തപ്പോൾ ഡിസെപ്ഷൻ ആണ് കേട്ടത്. ഓക്കെ, സോ മൈറ്റ് ബി ചില പ്രേക്ഷകർക്ക് ഇതൊരു ഡിസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നൗ ദോസ് ഹു ആർ ഇൻ ഷോർട്ട് ടേം സെപ്പറേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ സത്യത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഓൾറൈറ്റ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം സെപ്പറേഷൻ. ഈ ഒരു സെപ്പറേഷൻ അത് ലോങ് ടേം ആയിക്കോട്ടെ ഷോർട്ട് ടേം ആയിക്കോട്ടെ, പ്രേക്ഷകർക്ക് പൈൽ 2 പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, and again short term, so see, look at the candle flame also. Okay, and ഇപ്പോൾ ഈ ഷോർട്ട് ടേംസ് റിലേഷൻഷിപ്പിലുള്ളവരോട് പറയുന്നത് യൂസ് യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗിലേക്ക് പോകുക. ഓക്കെ, ഗട്ട് ഫീലിംഗ് എന്ത് പറയുന്നു ആ ഫീലിംഗ് എടുത്തിട്ട് വേണം നിങ്ങളുടെ ട്രൂത്തിൽ നിങ്ങൾ നടക്കാൻ. ഓക്കെ, ഷോർട്ട് ടേം എന്തുകൊണ്ടും എനിക്ക് ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പായിട്ടാണ് വരുന്നത് കൂടുതലും. ആൻഡ് ട്രൈ ടു എൻജോയ് ലൈഫ്, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഈ ട്രൂത്ത് ക്ലാരിറ്റിയിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഭയങ്കര ഒരു സാഡ് മൂമെൻറ്റ്, ഒരു എല്ലാവരോടും മാറി നിൽക്കുക, അധികം ഇടപെടാതിരിക്കുക, ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളോട് പറയുന്നത് ബി ഓപ്പൺ. ഓക്കെ, ഇത്തിരി എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, ഓരോ നിമിഷം എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, കൊലാബറേഷനിൽ കൂടുക. ഓക്കെ, പാർട്ടീസ് അതൊക്കെ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്ക്, അത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെ റിവാർഡ്സ് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഈ ഷോർട്ട് ഡിസ്റ്റൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ഷോർട്ട് ടേം സെപ്പറേഷൻ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ക്ലാരിറ്റി കൊണ്ടുവരാനാണ് വന്നത്. ഓക്കെ, ആൻഡ് ഈവൻ ഫോർ ദ ലോങ് ടേം ഓൾസോ ക്ലാരിറ്റി വരാനാണ് വന്നത്. സോ എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ റിവാർഡ്സ് നിങ്ങൾക്ക് വന്നു ചേരും. ലെറ്റ് ഇറ്റ് ബി ഷോർട്ട് ടേം ഓർ ലെറ്റ് ഇറ്റ് ബി ലോങ് ടേം സെപ്പറേഷൻ. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിനൊരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഉണ്ടാകും, 100% അതുണ്ടാകും. Now next card is 3 of Wands. നിങ്ങളുടെ മുമ്പിൽ ഏറെ ചോയ്സസ് ഉണ്ടാവും. നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു ചോയ്സ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഏറെ ചോയ്സസ് ഉണ്ടാവും ആഫ്റ്റർ ദിസ് സെപ്പറേഷൻ ആസ് വെൽ എസ് ഷോർട്ട് സെപ്പറേഷനിൽ ഉള്ള പ്രേക്ഷകർക്ക്. നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു ചോയ്സ് ആയിരിക്കും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ ആണെന്ന് പറയുന്നു. സോ മൈറ്റ് ബി കമ്മിങ് വീക്സ്, വിത്തിൻ 2 months. ഓക്കെ, നിങ്ങളൊരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷൻ, പുതിയൊരു ചോയ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കും. ആൻഡ് അവിടെ പറയുന്നത് യൂസ് യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അത് രണ്ടാമതൊരു തിങ്കിങ് കൊടുക്കാതെ അന്നേരം തന്നെ അത് ഓപ്റ്റ് ചെയ്യുക. പ്ലസ് ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ലിമൽസ് കേൾക്കുക, പല വേ ഉണ്ട് ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാൻ, അത് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹൈ പോയിൻ്റ് ആണ്. മാത്രമല്ല നിങ്ങൾക്കേറെ അറിവുമുണ്ട്. അപ്പം അറിവ് കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ ഒരു മൂഡ് നിങ്ങൾ ആണിപ്പം സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും വളരെ ഡിസെപ്റ്റീവ്. കാരണം ഈ ഒരു കാർഡ് പുൾ ചെയ്തപ്പോൾ ഡിസെപ്ഷൻ എന്നും വന്നായിരുന്നു, റൈറ്റ്? ആ ഡിസെപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിഗ്രറ്റ് മോഡാണ്. എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കാൻ എന്തിന് നിങ്ങൾ വഴി കൊടുത്തു എന്നുള്ള ഒരു വേദനയാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ 2 കപ്സ് ഓൾറെഡി ഉണ്ട്, റൈറ്റ്? സോ ഈ ഒരു വേദനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വളരെ ബുദ്ധിപൂർവ്വം തന്നെയായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. അതിപ്പം
ലോങ് ടേം സെപ്പറേറ്റഡ് ആയുള്ളവർക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഇൻ്റലിജൻസ് പൂർവ്വമാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. പ്ലസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി വരാൻ പോകുന്ന ചോയ്സസ്, ഈ ചോയ്സസ് റിലേഷൻഷിപ്പും ആവാം, മണി ആവാം, കൂടുതൽ മണി ബേസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രൗണ്ടിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ചോയ്സസിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ലേഡിയുടെ അഡ്വൈസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ആ ലേഡി കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ബട്ട് യൂസ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗോ അഹെഡ്. ഓക്കെ എന്നാണ് പറയുന്നത്. ആൻഡ് ഷോർട്ട് ടേം ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പിലുള്ളവർക്കും നിങ്ങൾക്ക് വരുന്ന ചോയ്സ് നിങ്ങളുടെ ലൈഫിനെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. യൂസ് യുവർ ഇൻറ്റ്യൂഷൻ. ഇപ്പോൾ 3-4 ചോയ്സ് ഉണ്ടെങ്കിൽ ഏത് ചോയ്സാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, ആ ചോയ്സ് എടുക്കുക. റിഗ്രറ്റ് ഫീലിങ്ങിനെ തൽക്കാലം മാറ്റി വെക്കുക, ബിക്കോസ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ആൻഡ് ബി അസർട്ടീവ്. ഓക്കെ, ബുദ്ധിപൂർവ്വം ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നേടാനുണ്ടെങ്കിൽ നേടിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കാര്യം മുമ്പോട്ട് നീക്കാൻ. ഓക്കെ ഗൈസ്, ഓക്കെ. സോ ഇതാണ് സെപ്പറേഷനിലുള്ള പ്രേക്ഷകർക്കുള്ള ഗൈഡൻസ്. നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ എന്താണ് കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ചക്ര കാർഡ്സ് പറയുന്നത് ഡിവൈൻ വിസ്ഡമാണ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ അറിവ് നേടുക. ഓക്കെ, നിങ്ങൾ കൂടുതൽ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അത് പല റീജിയനിലാകാം. നിങ്ങളുടെ കറണ്ട് ജോബിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന കാര്യം നിങ്ങൾ കൂടുതൽ പഠിക്കുകയാകാം. ഓക്കെ, ഇവിടെ ഡിവൈൻ വിസ്ഡം വരുന്നതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ഏറെ ചെയ്യുന്നുണ്ടാകാം. ആൻഡ് അതിൽ കൂടെ മെഡിറ്റേഷനും ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. അതിലൂടെ നിങ്ങൾക്ക് ഏറെ വിവരങ്ങൾ വന്നു ചേരും. ഓക്കെ, നിങ്ങളുടെ സ്റ്റാർ ചക്രയാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർ ചക്ര എന്ന് വെച്ചാൽ ക്രൗൺ ചക്രയുടെ മേളിലുള്ള സ്റ്റാർ ചക്ര. നാ ഗ്രൗണ്ടിങ്, ദാറ്റ് ഇസ് റീബർത്ത്. ഡെഫിനറ്റ്ലി ഈ ഒരു ട്രൂത്ത് വന്നതോടെയും ആൻഡ് വിത്ത് ഇൻ്റലിജൻസ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതോടെയും നിങ്ങളുടെ റീബർത്താണ്, ഒരു പുതിയ ജന്മമാണ്. നിങ്ങൾ ആ പഴയ ഒരാളെ അല്ല. ഇനിയും ആ പണ്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ ഈ നിയർ ഫ്യൂച്ചർ, ഈ വരുന്ന വീക്ക് എന്നാണോ ഈ വീഡിയോ അപ്ലോഡ് ആകുന്നത് അന്ന് മുതൽ വരുന്ന വീക്സ് ടു 2 months അതിനുള്ളിൽ നിങ്ങളെ കാണുന്നവരെല്ലാം നിങ്ങളുടെ പുതിയ ഒരാളെയാണ് കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾ പണ്ട് എങ്ങനെയാണോ ഒരു ക്യാരക്ടർ നിങ്ങൾ എക്സിബിറ്റ് ചെയ്തത് അതേ അല്ലായിരിക്കും. ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ഒരു എനർജറ്റിക് രൂപമായിരിക്കും നിങ്ങളെ ഇനി എല്ലാവരും കാണാൻ പോകുന്നത്. യെസ്, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ മോസ്റ്റ് പ്രോബബ്ലി ഷോർട്ട് ടേം സെപ്പറേഷനിലുള്ളവർക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ്. ആൻഡ് ഫാമിലി ഗെറ്റ് ടുഗെദർ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് എ മിനിറ്റ് ഗൈസ്. നർച്ചറിങ് നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങളുടെ ഈ ഒരു ഷോർട്ട് ടേം സെപ്പറേഷനിലുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലി എഗെയിൻ റീയുണൈറ്റ് ആകും. ഓക്കെ, അന്നേരം നർച്ചർ ചെയ്യുക. ഈ ഒരു മോഡിൽ നിന്ന് മാറുക. ഓക്കെ, ഈ ഒരു മോഡിൽ നിന്ന് മാറുക. യൂസ് യുവർ ഇൻ്റലിജൻസ്. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്. ആൻഡ് നർച്ചർ ആസ് വെൽ ആസ് നർച്ചർ യുവർ സെൽഫ്. സെപ്പറേറ്റഡ് ആയ പ്രേക്ഷകർക്ക് നിങ്ങളെ നർച്ചർ ചെയ്യൂ. ഓക്കെ, സെൽഫ് ലവ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ലവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, ലൈക്ക് ഈ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഒരു അഡ്വൈസ് തരും. അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, അവരെയും കൂടി നർച്ചർ ചെയ്യും. ദാറ്റ് ഈസ് ആ ഒരു ബോണ്ടിങ് എപ്പോഴും വെക്കും. നിങ്ങളുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളിലൂടെ ഉള്ള ബോണ്ടിങ് ആണ്. നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരവുമായിട്ടുള്ള ബോണ്ടിങ്, ആ ബോണ്ടിങ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം ഇഫ് യു വോണ്ട് ടു മൂവ് അഹെഡ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കാർഡ് അഗെയിൻ ഫോർഗിവ്നെസ്. ഓഫ് കോഴ്സ്, എന്ത് ട്രൂത്ത് വന്നിട്ടുണ്ടോ, എന്ത് ഡിസെപ്ഷൻ വന്നിട്ടുണ്ടോ, ഇതെല്ലാം കഴിഞ്ഞു. റൈറ്റ്, ഈ ഒരു എനർജി ആണിപ്പോൾ. ഓക്കെ, ബട്ട് നീഡ് ടു ഫോർഗിവ്. നിങ്ങൾ ഫോർഗിവ് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ ഒരു എനർജിയിലായിരിക്കും എന്നും.
ആൻഡ് ഇതിനെക്കാട്ടിലും നല്ലൊരു എനർജി വരും വെൻ യു സ്റ്റാർട്ട് നർച്ചറിങ്. സെൽഫ് ലവ് ഏറ്റെടുക്കുമ്പോഴത്തേക്കിന് ആ ഒരു എനർജി വരും. സി പിങ്കാണ് ഇവിടെ, ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നറിയില്ല. യു ക്യാൻ സി, ഇവിടെ കണ്ടു പിങ്കിഷ് കളറാണ്. ഓക്കെ, പിങ്കിഷ് കളറാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഏറെ സെൽഫ് ലവിൻ്റെ ആവശ്യമുണ്ട് ആൻഡ് അതിനെ ഉൾപ്പെടുത്തുക, സ്വന്തം ലൈഫിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, നൗ യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ്? I dish out compliments sincerely and liberally. Okay, liberally. That means നിങ്ങൾക്ക് ആരെങ്കിലും കോംപ്ലിമെൻറ്റ് തരുവാണെങ്കിൽ നിങ്ങൾ അത് റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, സോ ഈ കോംപ്ലിമെൻറ്റ് എനിക്കുള്ളതല്ല, അത് വെറുതെ പറഞ്ഞതാ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് താങ്ക്സ് പറയാം, ബി ഗ്രേറ്റ്ഫുൾ ആക്കുക കോംപ്ലിമെൻറ്റ്സിന്, ആൻഡ് അത് നല്ല രീതിയിലെടുക്കുക. ഓക്കെ, അതിലൊരു പ്രൗഡ്നെസ് ഫീൽ ചെയ്യാതെ നല്ല രീതിയിൽ ഗ്രൗണ്ടഡ് വഴി എടുക്കുക. ഗ്രൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ റീബർത്ത് വരുമ്പോഴും ഗ്രൗണ്ടിങ് എനർജിയാണ്. ഓക്കെ, എനർജിയെ ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഐ ലവ് മൈ ഫുഡ് ആൻഡ് മൈ ഫുഡ് ലവ് മീ. ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നല്ലൊരു എനർജി ലെവലാണ്. ആഹാരം നമ്മുടെ എനർജി ലെവല് വെള്ളം കുടിക്കുന്ന മാതിരി തന്നെ ഹൈ വൈബ്രേഷൻസിലെത്തിക്കും. അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ആഹാരം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അഫർമേഷൻ എപ്പോഴും കൊടുക്കുക. അത് നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് ഡിസോൾവ് ഓൾ ബൗണ്ടറീസ് വിത്ത് ലവ്. ഓക്കെ, ഇവിടെ ഈ ഒരു എനർജി വന്നതോടെ തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. പഴയ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ആ ബൗണ്ടറി റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പുതിയ ആൾക്കാർ വരുമ്പോഴും നിങ്ങളൊരു ബൗണ്ടറി കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഓപ്പൺ അല്ല എനർജിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് നിങ്ങൾക്ക് പേടിയാണ്, ഇനി ആരെങ്കിലും നിങ്ങളുടെ എനർജിയെ യൂട്ടിലൈസ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ്. അവിടെ പറയുന്ന ഓപ്പൺ യുവർ ബൗണ്ടറീസ് വിത്ത് ലവ്. സ്നേഹത്തോടെ ബൗണ്ടറീസ് എഗെയിൻ ട്രൈ ചെയ്യൂ, റിലേഷൻഷിപ്പ് എഗെയിൻ ട്രൈ ചെയ്യും. വരുന്ന റിലേഷൻഷിപ്പ് നേരത്തെ മാതിരി ആയിരിക്കണം എന്നില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, വെൻ ഐ അലൗ അതേഴ്സ് ടു സപ്പോർട്ട് മീ ഐ സപ്പോർട്ട് ദെം ടു. എഗെയിൻ ഈ ഒരു എനർജി സെയിം ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഈ രണ്ട് കാർഡ്സ് ഒന്നിച്ചാണ് പോകുന്നത്. കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് മാറ്റുമ്പോൾ വിത്ത് ലവ് ആ ബൗണ്ടറീസ് ഒന്ന് ഇത്തിരി മാറ്റുമ്പോഴത്തേക്കിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും. അപ്പോൾ ആ ആൾക്കാരുടെ സപ്പോർട്ട് വാങ്ങുക. ഇഫ് സമ്മൺ ഇസ് കമ്മിങ് ടു യു, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് മാറ്റിക്കളയാതെ അവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് എടുക്കുക. പ്ലസ് അവർക്ക് സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ നിങ്ങളും അവർക്ക് സപ്പോർട്ട് അവൈലബിൾ ആക്കുക. ഓക്കെ, ആൻഡ് ഞാൻ ശ്രദ്ധിച്ചില്ല, ഈ ഒരു കാർഡും കൂടി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഐ പ്രേ ബിഫോർ ഐ പേ. ഇവിടെ ഒരു മണി കാർഡ് ഉണ്ട്, റൈറ്റ്? സോ ഡെഫിനറ്റ്ലി ഒത്തിരി പ്രേക്ഷകർ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവരോട് പറയുന്നത്, എപ്പോഴൊക്കെ നിങ്ങൾ പേ ചെയ്യുന്നു, ബിൽസ് പേ ചെയ്യുന്നു, ഫുഡിന് പേ ചെയ്യുന്നു, കിച്ചൺ ഐറ്റംസിന് വേണ്ടി പേ ചെയ്യുന്നു, ഡ്രസ്സിന് വേണ്ടി പേ ചെയ്യുന്നു, എപ്പോഴൊക്കെ നിങ്ങൾ പേ ചെയ്യുന്നു, പ്രേ ആൻഡ് ഗിവ് ദ മണി. ഓക്കെ, എങ്ങനെ പ്രേ ചെയ്യും? സിംപ്ലി പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ആ പൈസ ആ കൊടുക്കുന്ന ആൾക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ പ്രെയർ അത് അങ്ങോട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കാണ് തിരിച്ചു വരുന്നത്. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേസിനെ കൂട്ടും. ഇതിപ്പം ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ കൂടിയാണിത്. നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലെസ്സിങ്സ് കൊടുത്ത് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ ആ ബ്ലെസ്സിങ്സ് നമുക്ക് തിരിച്ച് റിവാർഡ്സ് ആയിട്ടാണ് വരുന്നത്. അത് പല രീതിയിൽ വരാം. ഇനി എങ്ങനെ പല രീതിയിൽ വരാം? ചിലർക്ക് എക്സ്ട്രാ എമൗണ്ട് കയ്യിൽ വന്ന് ചേരും. ചിലർക്ക് യു ഡോണ്ട് ഹാവ് ടു പേ മച്ച്. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും അതിനകത്ത് ഡിസ്കൗണ്ട് അവൈലബിൾ ആകുന്നത്, നിങ്ങൾ ഊഹിക്കും കൂടിയില്ല. ഓക്കെ, പക്ഷേ ആ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ 2000 കൊടുക്കേണ്ടടുത്ത് 1500 കൊടുത്താൽ മതി. സോ 500 പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ഉണ്ടായത്, റൈറ്റ്? ഒരു ഡിസ്കൗണ്ട് കിട്ടിയത്. സോ അതൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. സോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. സോ ഗൈസ്, ഐ ഹോപ്പ്
ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം സെപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് ഈ ഒരു ഫയൽ ഇതിനകത്തെ മെസ്സേജസ് റെസനേറ്റ് ആയി കാണും. ആൻഡ് ഗൈസ്, ഞാൻ ചക്ര റീഡിങ് ചെയ്യാറുണ്ട്. ഞാനൊരു ഷോർട്ട്സ് ഇട്ടിരുന്നു. സോ ഇഫ് യു വാണ്ട് ചക്ര റീഡിങ് നിങ്ങൾക്ക് എന്നെ ഇമെയിൽ ID ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, റിലീസ് എ ബൗണ്ടറി. ഓക്കെ, അത് ഷോർട്ട് ടേം സെപ്പറേറ്റഡ് ആണ് ഓർ ലോങ് ടേം സെപ്പറേറ്റ് ആണ്, ബൗണ്ടറീസ് റിലീസ് ചെയ്യാം. ആൻഡ് ഹോപ്പ്, എപ്പോഴും നല്ലതേ വരൂ എന്ന് ഹോപ്പോട് കൂടി വേണം നിങ്ങൾ ബൗണ്ടറീസ് റിലീസ് ചെയ്യാൻ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.